നമസ്കാരം, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സജിത്ത് ഓക്കെ, ട്രെയിനിങ് ഇൻസ്ട്രക്ടർ, ഗവൺമെൻറ് ITI SSC/DD നീലേശ്വരം. ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിലെ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ടേമിൽ ഉൾപ്പെട്ടിരിക്കുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന മോഡ്യൂളിൽ വരുന്ന സിമെൻറ്റ് എന്ന ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുവാൻ പോകുന്നത്. Objectives. At the end of this lesson, you shall be able to define cement, state the properties of cement, explain the uses of cement, compare cement and lime, state the manufacturing of cement. ഒബ്ജക്റ്റീവ്സ് അഥവാ ലക്ഷ്യങ്ങൾ, അതായത് ഈ പാഠഭാഗം പഠിച്ചതിന് ശേഷം നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളിൽ കഴിവ് നേടുന്നു എന്നതിനെ പറ്റിയാണ് പറയുവാൻ പോകുന്നത്. സിമെൻറ്റിൻ്റെ നിർവചനം എന്താണെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും സിമെൻറ്റിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നും സിമെൻറ്റും ലൈമും തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണെന്നും സിമെൻറ്റിൻ്റെ നിർമ്മാണം ഏത് രീതിയിലാണെന്നുമുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇന്നത്തെ പഠനത്തിലൂടെ കഴിവ് നേടുന്നു. Definition. Material obtained by burning mixture of calcareous and argillaceous materials at a very high temperature, then add a small quantity of gypsum and pulverized into very fine powder is known as cement. സിമെൻറ്റിൻ്റെ നിർവചനമാണ് പറയുന്നത്. കാൽക്കേരിയസ് മെറ്റീരിയൽസിൻ്റെയും അർജിലേഷ്യസ് മെറ്റീരിയൽസിൻ്റെയും മിശ്രിതത്തെ ഉയർന്ന ഊഷ്മാവിൽ ചൂടാക്കി ഒരു ചെറിയ അളവിൽ ജിപ്സവും ചേർത്ത് നല്ലവണ്ണം പൊടിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന വളരെ നേർത്ത പൊടിയാണ് സിമെൻറ്റ്. കാൽക്കേരിയസ് മെറ്റീരിയൽസ് എന്നാൽ കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്ന വസ്തുക്കളാണെന്നും അതുപോലെ അർജിലേഷ്യസ് മെറ്റീരിയൽസ് എന്നാൽ ക്ലേ കണ്ടൻ്റുള്ള മെറ്റീരിയൽസ് എന്നുമാണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് സിമെൻറ്റ്. സിമെൻറ്റിൻ്റെ പ്രധാന തരങ്ങൾ. 1. Natural cement. It is obtained by burning and crushing the stones containing clay, calcium carbonate and some quantity of carbonate of magnesium. Natural cement is brown in color and the best variety is known as Roman cement. സിമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട തരങ്ങൾ രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് നാച്ചുറൽ സിമെൻറ്റും 2 ആർട്ടിഫിഷ്യൽ സിമെൻറ്റും. അതിൽ ഒന്നാമത്തെ നാച്ചുറൽ സിമെൻറ്റിനെ കുറിച്ച് പറയുന്നു. ക്ലേ അഥവാ കളിമണ്ണ്, കാൽസ്യം കാർബണേറ്റ്, ചെറിയ അളവിൽ മാഗ്നീഷ്യം കാർബണേറ്റ് എന്നിവ അടങ്ങിയിട്ടുള്ള കല്ലുകളെ നല്ലവണ്ണം ചൂടാക്കി പൊടിച്ചെടുക്കുന്നതാണ് നാച്ചുറൽ സിമെൻറ്റ് അഥവാ പ്രകൃതിദത്ത സിമെൻറ്റ്. നാച്ചുറൽ സിമെൻറ്റിന് ബ്രൗൺ നിറമാണുള്ളത്. അതുപോലെ അതിൻ്റെ ഏറ്റവും നല്ല ഇനമാണ് റോമൻ സിമെൻറ്റ്. 2. Artificial cement. It is obtained by burning at a very high temperature a mixture of calcareous, that is compound of calcium and magnesium content material such as limestone or chalk, and argillaceous materials, that is silica, alumina and oxide of iron content materials such as clay or shale. Calcine product is known as clinker. A small quantity of gypsum is added to clinker and it is then pulverized into cement. രണ്ടാമത്തെ തരമാണ് ആർട്ടിഫിഷ്യൽ സിമെൻറ്റ് അഥവാ കൃത്രിമ സിമെൻറ്റ്. കൽക്കേരിയസ് മെറ്റീരിയൽസ് അഥവാ കാൽസ്യവും മാഗ്നീഷ്യവും അടങ്ങിയിട്ടുള്ള ലൈംസ്റ്റോണോ ചോക്കോ, അതേപോലെ അർജിലേഷ്യസ് മെറ്റീരിയൽസ് അഥവാ സിലിക്കയും അലൂമിനിയം അയോൺ ഓക്സൈഡും അടങ്ങിയ ക്ലേ അല്ലെങ്കിൽ ഷെയിൽ എന്നീ വസ്തുവിൽ ഏതെങ്കിലും ഒന്നോ മിശ്രണം ചെയ്ത് ഉയർന്ന ഊഷ്മാവിൽ ചൂടാക്കുമ്പോൾ ക്ലിങ്കർ എന്ന ഉൽപ്പന്നം നമുക്ക് ലഭിക്കുന്നു. തുടർന്ന് ഒരു ചെറിയ അളവിൽ ജിപ്സവും കൂട്ടിച്ചേർത്ത് ക്ലിങ്കറിനെ വളരെ നേർമയായി പൊടിച്ചെടുക്കുന്നു. ഇതാണ് ആർട്ടിഫിഷ്യൽ അഥവാ കൃത്രിമ സിമെൻറ്റ്. നാച്ചുറൽ സിമെൻറ്റ് സുലഭമല്ലാത്തതിനാലാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സിമെൻറ്റ് നിർമ്മിച്ചെടുക്കുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് സിമെൻറ്റ്. സിമെൻറ്റിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് അടുത്തതായി പറയുവാൻ പോകുന്നത്. ഇറ്റ് ഗീവ്സ് സ്ട്രെങ്ത് ടു ദ മേസൺറി. ഇറ്റ് സ്റ്റിഫൻസ് ഓർ ഹാർഡൻസ് ഏർലി. ഇറ്റ് പോസസസ് ഗുഡ് പ്ലാസ്റ്റിസിറ്റി. ഇറ്റ് ഈസ് ആൻ എക്സലൻറ്റ് ബൈൻഡിങ് മെറ്റീരിയൽ. ഇറ്റ് ഈസ് ഈസിലി വർക്കബിൾ. ഇറ്റ് ഓഫേഴ്സ് ഗുഡ് റെസിസ്റ്റൻസ് ടു മോയ്സ്ചർ. അതായത് പ്രധാനപ്പെട്ട സിമെൻറ്റിൻ്റെ ഗുണങ്ങൾ ഇവയൊക്കെയാണ്. സിമെൻറ്റ് ചുമരുകെട്ടിന് ബലം നൽകുന്നു. ഇത് വേഗത്തിൽ ഉറക്കുന്നു അഥവാ കട്ട പിടിക്കുന്നു. ഇത് നല്ല വഴക്കം അഥവാ പശിമത്വം പ്രദാനം ചെയ്യുന്നു. ഇത് വളരെ ഉന്നതമായ ബിൽഡിംഗ് മെറ്റീരിയൽ അഥവാ ബൈൻഡിങ് മെറ്റീരിയൽ ആണ്. അതായത് കെട്ടുറപ്പ് നൽകുന്ന നിർമ്മാണ വസ്തുവാണ്. ഇത് എളുപ്പത്തിൽ പ്രവൃത്തി ചെയ്യാൻ പറ്റിയതാണ് അഥവാ പ്രാവർത്തികമാണ്.
സിമൻറ്റ് ഈർപ്പത്തെ നല്ല രീതിയിൽ പ്രതിരോധിക്കുന്നു. ഇതൊക്കെയാണ് സിമൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ. യൂസസ് ഓഫ് സിമൻറ്റ്. അടുത്തതായി പറയാൻ പോകുന്നത് സിമൻറ്റിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് സിമൻറ്റ് മോർട്ടാർ ഫോർ മേസൺറി വർക്ക്, പ്ലാസ്റ്ററിംഗ്, പോയിൻറ്റിംഗ് എക്സെട്ര. മേസൺറി വർക്ക്, പ്ലാസ്റ്ററിംഗ്, പോയിൻറ്റിംഗ് എന്നീ പ്രവൃത്തികൾക്ക് ആവശ്യമായ സിമൻറ്റ് മോർട്ടാർ അഥവാ സിമൻറ്റ് ചാന്ത് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്നു. It is used for making concrete, for laying floors, roofs, lintels, beams, sunshades, stairs, pillars, etc. Floors അഥവാ നിലകൾ, roofs അഥവാ മേൽക്കൂരകൾ, lintels, beams, sunshades, stairs, pillars അഥവാ തൂണുകൾ എന്നിവ നിർമ്മിക്കുന്നതിനാവശ്യമായ കോൺക്രീറ്റ് തയ്യാറാക്കുവാൻ സിമൻറ്റ് ഉപയോഗിക്കുന്നു. It is used for the construction of important engineering structures such as dams, bridges, culverts, tunnels, storage reservoirs, lighthouses, docks, roads, drainage, water supply works, etc. Dams, bridges അഥവാ പാലങ്ങൾ, culverts അഥവാ ഓവുപാലങ്ങൾ, tunnels അഥവാ തുരങ്കങ്ങൾ, storage reservoirs അഥവാ സംഭരണികൾ, lighthouses, duck അഥവാ കപ്പൽ തുറകൾ, റോഡ്സ്, ഡ്രെയിനേജ് അഥവാ അഴുക്കുചാലുകൾ, വാട്ടർ സപ്ലൈ വർക്ക്സ് എന്നീ പ്രാധാന്യമേറിയ നിർമ്മാണ പ്രവൃത്തികൾക്ക് സിമൻറ്റ് ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് വാട്ടർ ടാങ്ക്സ്, വെൽസ്, സെപ്റ്റിക് ടാങ്ക്സ്, ടെന്നീസ് കോർട്സ്, ലാംപ് പോസ്റ്റ് എക്സെട്ര. വാട്ടർ ടാങ്ക്സ് അഥവാ ജലസംഭരണികൾ, വെൽസ് അഥവാ കിണറുകൾ, സെപ്റ്റിക് ടാങ്ക്സ്, ടെന്നീസ് കോർട്സ്, ലാംപ് പോസ്റ്റ് തുടങ്ങിയവയുടെ നിർമ്മാണത്തിനും സിമൻറ്റ് ഉപയോഗിക്കുന്നു. It is used for the manufacture of precast pipes, piles, garden seats, artistically designed urls, flower pots, dustbins, fencing posts, etc. Precast പൈപ്പുകൾ, പൈലുകൾ, ഗാർഡൻ സീറ്റുകൾ, ഭംഗിയേറിയ പാത്രങ്ങൾ, പൂപ്പാത്രങ്ങൾ, കുപ്പത്തൊട്ടികൾ, അതിരുകാലുകൾ എന്നിവയുടെ നിർമ്മാണത്തിനും സിമൻറ്റ് ഉപയോഗിക്കുന്നു. It is used for the construction of foundations, watertight floors, footpaths, etc. Foundations അഥവാ അസ്ഥിവാരങ്ങൾ, വാട്ടർ ടൈറ്റ് ഫ്ലോസ് അഥവാ വെള്ളം ചോരാത്ത നിലങ്ങൾ, നടപ്പാതകൾ എന്നിവയുടെ നിർമ്മാണത്തിനും സിമൻറ്റ് ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ജോയിൻറ്റ്സ് ഫോർ ഡ്രെയിൻ പൈപ്സ്. ഡ്രെയിൻ പൈപ്സ് അഥവാ ഭൂമിക്കടിയിലൂടെ മലിനജലം കൊണ്ടുപോകുന്ന കുഴലുകളുടെ ജോയിൻറ്റുകൾ ചെയ്യുവാൻ സിമൻറ്റ് ഉപയോഗിക്കുന്നു. ഇത്രയുമാണ് സിമൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ. കമ്പാരിസൺ ബിറ്റ്വീൻ സിമൻറ്റ് ആൻഡ് ലൈം. സിമൻറ്റും ലൈമും അഥവാ കുമ്മായവും തമ്മിലുള്ള താരതമ്യമാണ് അടുത്തതായി പഠിക്കുന്നത്. നമ്മൾ ലൈം അഥവാ കുമ്മായം എന്ന നിർമ്മാണ വസ്തുവിനെ കുറിച്ച് മുമ്പ് പഠിച്ചു കഴിഞ്ഞു. ഈ രണ്ട് വസ്തുക്കളും ഒരേപോലെ ബൈൻഡിങ് മെറ്റീരിയൽസ് ആണെങ്കിലും ചില വ്യത്യാസങ്ങളൊക്കെയുണ്ട്. അതേക്കുറിച്ച് നമുക്ക് നോക്കാം. 1. കളർ. സിമൻറ്റ് ഗ്രീനിഷ് ഗ്രേ, ലൈം വൈറ്റ് ഓർ ഗ്രേയിഷ്. നിറം നോക്കുകയാണെങ്കിൽ സിമൻറ്റിന് ഗ്രീനിഷ് ഗ്രേ അഥവാ പച്ച ചേർന്ന ചാരനിറമാണ്. ലൈമിന് വെള്ളയോ ചാരനിറമുമാണ് ഉള്ളത്. 2. സ്ലേക്കിംഗ്. സിമൻറ്റ് ഡസ് നോട്ട് സ്ലേക്സ് വെൻ വെറ്റഡ് വിത്ത് വാട്ടർ. ലൈം സ്ലേക്സ് വെൻ വെറ്റഡ് വിത്ത് വാട്ടർ. അടുത്തത് സ്ലേക്കിംഗ് ആക്ഷനാണ് നോക്കുന്നത്. സിമൻറ്റിൽ വെള്ളം ചേർക്കുമ്പോൾ സ്ലേക്കിംഗ് ഒരിക്കലും ഉണ്ടാകുന്നില്ല. എന്നാൽ ലൈം വെള്ളവുമായി ചേരുമ്പോൾ സ്ലേക്കിംഗ് നടക്കുന്നു. 3. സെറ്റിംഗ്. സിമൻറ്റ് സെറ്റ്സ് റാപ്പിഡ്ലി വെൻ മിക്സഡ് വിത്ത് വാട്ടർ. ലൈം സെറ്റ്സ് സ്ലോലി വെൻ മിക്സഡ് വിത്ത് വാട്ടർ. അടുത്തത് സെറ്റിംഗ് അഥവാ കട്ട പിടിച്ച് ഉറക്കുന്ന പ്രോപ്പർട്ടിയാണ്. സിമൻറ്റ് വെള്ളവുമായി ചേരുമ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റാകുന്നു. എന്നാൽ കുമ്മായത്തിൽ വെള്ളം ചേർക്കുമ്പോൾ സെറ്റിംഗ് പതുക്കെയാണ് നടക്കുന്നത്. 4. സ്ട്രെങ്ത്. സിമൻറ്റ് possesses more strength. ലൈം possesses less strength. അടുത്ത ആസ്പെക്റ്റ് സ്ട്രെങ്ത് അഥവാ ബലം അഥവാ ഉറപ്പാണ്. സിമൻറ്റ് വളരെ കൂടുതൽ ബലം നൽകുന്നു. എന്നാൽ കുമ്മായം കുറഞ്ഞ ബലം മാത്രമാണ് നൽകുന്നത്. 5. suitability. Cement can be used for important and heavy engineering structures. Lime not used for important and heavy engineering structures. അവസാനമായി സ്യൂട്ടബിലിറ്റി അഥവാ അനുയോജ്യതയാണ് നോക്കുന്നത്. അതായത് എത്തരം നിർമ്മിതികൾക്കാണ് ഉപയോഗിക്കുവാൻ അനുയോജ്യമായത് എന്നത്. സിമൻറ്റ് വളരെ പ്രധാനപ്പെട്ടതും ഭാരവും വലുപ്പവുമേറിയതുമായ എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ് അഥവാ നിർമ്മിതികൾക്ക് അനുയോജ്യമാണ്. എങ്കിൽ ലൈം അഥവാ കുമ്മായം ഇത്തരം പ്രധാനപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് യോജിച്ചതല്ല.
അപ്പോൾ ഈ താരതമ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സിമെന്റ് ലൈം അഥവാ കുമ്മായത്തേക്കാൾ മികച്ചു നിൽക്കുന്ന ഒരു നിർമ്മാണ വസ്തു ആണ് എന്ന വസ്തുതയാണ്. കോമ്പോസിഷൻ ഓഫ് ഓർഡിനറി സിമെന്റ്. സാധാരണ സിമെന്റിന്റെ മിശ്രണം, സാധാരണ സിമെന്റിന്റെ ചേരുവകൾ അഥവാ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു അതിനെപ്പറ്റിയാണ് ഇനി പറയുന്നത്. ഈ കാണുന്ന പട്ടികയിൽ ഇൻഗ്രീഡിയൻസും അതിൻ്റെ പെർസെൻറ്റേജുമാണ് കാണിച്ചിരിക്കുന്നത്. ലൈം 62%, സിലിക്ക 22, അലുമിന 5, കാൽസ്യം സൾഫേറ്റ് 4, അയൺ ഓക്സൈഡ് 3, magnesium 2, sulfur and alkalis 1% each. During grinding process, gypsum of about 3 to 4% is also added. അതായത് ഈ മിശ്രണം ലൈം മുതൽ ആൽക്കലി വരെയുള്ള ആ മിശ്രണത്തിന് പുറമെ സിമെന്റ് നിർമ്മിക്കുന്ന അവസരത്തിൽ അത് പൊടിച്ചെടുക്കുന്ന ആ ഒരു പ്രക്രിയയിൽ 3 മുതൽ 4% വരെ ജിപ്സവും ചേർക്കുന്നുണ്ട്. മാനുഫാക്ചർ ഓഫ് സിമെന്റ് ഓർ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ്. സിമെന്റിന്റെ നിർമ്മാണത്തെക്കുറിച്ചാണ് അടുത്തതായി പറയുവാൻ പോകുന്നത്. അതായത് സാധാരണ സിമെന്റിന്റെ നിർമ്മാണം. There are two processes employed in the manufacture of cement. They are wet process, dry process. If the process employed is wet or dry, there are 3 distinct operations are involved in the manufacture of cement. They are mixing of raw materials, burning and grinding. സിമെന്റിന്റെ നിർമ്മാണം 2 രീതിയിൽ നടത്താവുന്നതാണ്. വെറ്റ് പ്രോസസ്സും ഡ്രൈ പ്രോസസ്സും. ഇതിലേതെങ്കിലും ഒരു രീതി സിമെന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കാം. നിർമ്മാണ രീതി വെറ്റ് പ്രോസസ്സോ ഡ്രൈ പ്രോസസ്സോ ഉപയോഗിച്ചാണെങ്കിലും സിമെന്റ് നിർമ്മാണത്തിന് ഇനി പറയുന്ന 3 വ്യത്യസ്ത പ്രക്രിയകളാണ് അടങ്ങിയിട്ടുള്ളത്. 1. മിക്സിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് അഥവാ അസംസ്കൃത വസ്തുക്കളുടെ കൂട്ടിക്കലർത്തൽ. 2. ബേണിംഗ് അതായത് ഉയർന്ന ഊഷ്മാവിൽ ചൂടാക്കൽ പ്രക്രിയ. ആൻഡ് ഗ്രൈൻഡിങ് അവസാനമായി ഗ്രൈൻഡിങ് അഥവാ വളരെ നേർമയായി പൊടിച്ചെടുക്കൽ പ്രക്രിയ എന്നിവയാണ് അടങ്ങിയിരിക്കുന്നത്. ഒരു സിമെന്റ് നിർമ്മാണശാല അഥവാ സിമെന്റ് ഫാക്ടറിയുടെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. മാനുഫാക്ചർ ഓഫ് സിമെന്റ് ബൈ വെറ്റ് പ്രോസസ്. വെറ്റ് പ്രോസസ് ഉപയോഗിച്ചുള്ള സിമെന്റ് നിർമ്മാണം. വെറ്റ് പ്രോസസ് ഈസ് ജനറലി എംപ്ലോയ്ഡ് if the raw materials are soft. 1. Mixing of raw materials. Limestones or chalk are crushed and stored in silos or storage tank. Clay or shale is thoroughly mixed with water in wash mill. The washed clay is stored in basins. The crushed limestone and wet clay are allowed to fall in a channel in correct proportion. This channel leads the materials to grinding mills, that is ball mills and tube mills, where they are brought into intimate contact to form slurry. The slurry is led to the correcting basin, where the chemical composition is adjusted and is stored in storage tank for next operation, that is burning. ലഭ്യമായ അസംസ്കൃത വസ്തുക്കൾ സോഫ്റ്റ് അഥവാ മൃദുലമാണെങ്കിൽ ആണ് സാധാരണ വെറ്റ് പ്രോസസ് സിമെന്റ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ ആദ്യത്തെ പ്രക്രിയ മിക്സിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് അഥവാ അസംസ്കൃത വസ്തുക്കൾ കൂട്ടിക്കലർത്തലാണ്. ആദ്യമായി ലൈംസ്റ്റോൺസ് അല്ലെങ്കിൽ ചോക്ക് പൊടിച്ചെടുത്ത് സംഭരണിയിൽ ശേഖരിക്കുന്നു. ക്ലേ അല്ലെങ്കിൽ ഷെയിൽ വാഷ് മില്ലിൽ വെച്ച് വെള്ളവുമായി നല്ലവണ്ണം ചേർത്ത് കഴുകിയെടുക്കുന്നു. തുടർന്ന് ബേസിനിൽ ശേഖരിച്ചു വെക്കുന്നു. പൊടിച്ചെടുത്ത ലൈംസ്റ്റോണും നനഞ്ഞിരിക്കുന്ന ക്ലേയും കൃത്യമായ അനുപാതത്തിൽ ചാനലിൽ അഥവാ ഒരു പാത്തിയിലൂടെ വീഴ്ത്തുന്നു. ഈ ചാനൽ ഈ വസ്തുക്കളെ ഗ്രൈൻഡിങ് മിൽസ് അഥവാ പൊടിച്ചെടുക്കുന്ന മില്ലിലേക്ക്, അതായത് ബോൾ മിൽസും ട്യൂബ് മിൽസിനും എത്തിക്കുന്നു. അവിടെ വെച്ച് ഇവ നല്ല രീതിയിൽ കൂട്ടിക്കലർത്തുകയും സ്ലറി അഥവാ കുഴമ്പ് രൂപത്തിലാവുകയും ചെയ്യുന്നു. പിന്നീട് ഈ സ്ലറിയെ നേരെ കറക്റ്റിംഗ് ബേസിനിൽ എത്തിക്കുകയും അവിടെ വെച്ച് അതിൻ്റെ രാസഘടന പരിശോധിച്ച് ക്രമീകരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് അടുത്ത പ്രക്രിയയായ ബേണിങ്ങിന് വേണ്ടി സ്റ്റോറേജ് ടാങ്ക് അഥവാ സംഭരണിയിലേക്ക് ശേഖരിച്ചു വെക്കുകയും ചെയ്യുന്നു. 2. Burning. The fine slurry is fed into the upper end of the rotary kiln set at a slight gradient. A rotary kiln is a steel tube
lined inside with the refractory materials, 90 meter to 120 meter long and of diameter varying between 250 centimeter to 300 centimeter, placed at a gradient of 1 in 25 to 1 in 30 and rotating once every minute. The kiln is supported by columns of concrete or masonry. സിമന്റ് നിർമ്മാണത്തിലെ വെറ്റ് പ്രോസസ്സാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി രണ്ടാമത്തെ പ്രക്രിയയാണ് ബേണിംഗ് അഥവാ ഉയർന്ന ഊഷ്മാവിൽ ചൂടാക്കുന്ന പ്രക്രിയയാണിത്. സ്റ്റോറേജ് ടാങ്കിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന സ്ലറി റോട്ടറി കിൻ എന്ന ചൂളയിലേക്ക് അതിൻ്റെ മുകൾ ഭാഗം വഴി വീഴ്ത്തുന്നു. ഈ റോട്ടറി കിൻ നേരിയ ചരിവിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. റോട്ടറി കിൻ ഒരു ഇരുമ്പ് ട്യൂബാണ്. അതിൻ്റെ ഉൾവശം റിഫ്രാക്ടറി മെറ്റീരിയൽസ് പൂശിയിരിക്കും. കൂടാതെ റോട്ടറി കിന്നിന് 90 മീറ്റർ മുതൽ 120 മീറ്റർ വരെ നീളവും 250 സെൻറ്റിമീറ്റർ മുതൽ 300 സെൻറ്റിമീറ്റർ വരെ വ്യാസവും ഉണ്ടാകും. റോട്ടറി കിൻ എന്ന പേരിൽ നിന്ന് തന്നെ അതിന് റൊട്ടേറ്റ് അഥവാ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചൂള എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് റോട്ടറി കിൻ ഓരോ മിനിറ്റിലും ഒരു പ്രാവശ്യം എന്ന കണക്കിന് കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് ചരിച്ചാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുവല്ലോ. സാധാരണ 1 in 25 മുതൽ 1 in 30 വരെയുള്ള ഗ്രേഡിയൻറ്റിലുള്ള ചരിവാണ് കൊടുക്കാറ്. കൂടാതെ റോട്ടറി കിൻ കോൺക്രീറ്റിൻ്റെയോ മേസൺറിയുടെയോ തൂണുകളാൽ താങ്ങി നിർത്തുകയും ചെയ്യുന്നു. ഫിഗർ ഷോസ് ദ സെക്ഷണൽ വ്യൂ ഓഫ് ദ റോട്ടറി കിൻ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു റോട്ടറി കിന്നിൻ്റെ സെക്ഷണൽ വ്യൂ ആണ്. Hot gases are forced through the lower end of the kiln. The portion of kiln near its upper end is known as dry zone or evaporation zone, and at this zone, water of slurry evaporates and forms into small lumps or nodules and reaches the burning zone or clinkering zone, where the temperature is about 1400 degrees Celsius to 1500 degrees Celsius or 1500 degrees Celsius to 1700 degrees Celsius. This converts the small nodules into small hard stone or clinkers whose size varies from 5 mm to 10 mm. Usually, coal dust is used as fuel in kiln. A rotary kiln of small size is provided to cool down the clinkers. റോട്ടറി കിന്നിൻ്റെ താഴെ അറ്റത്തുകൂടെ ചൂടുവായു പ്രവഹിപ്പിക്കുന്നു. ചൂളയുടെ മുകൾ ഭാഗത്തെ ഡ്രൈ സോൺ അല്ലെങ്കിൽ ഇവോപ്പറേഷൻ സോൺ എന്നാണ് പറയുന്നത്. ഇവിടെ വെച്ച് സ്ലറി അതിലുള്ള ജലാംശം ബാഷ്പീകരിക്കുകയും അത് ചെറിയ കട്ടകളായി മാറുകയും ചെയ്യുന്നു. ഈ നോഡ്യൂൾസ് ബേണിംഗ് സോൺ അല്ലെങ്കിൽ ക്ലിങ്കറിംഗ് സോണിൽ എത്തുകയും 1400 ഡിഗ്രി സെൽഷ്യസ് മുതൽ 1500 ഡിഗ്രി സെൽഷ്യസ് വരെയോ അല്ലെങ്കിൽ 1500 ഡിഗ്രി സെൽഷ്യസ് മുതൽ 1700 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഊഷ്മാവിൽ നല്ലവണ്ണം വേവുന്നു. ഈ ചുട്ടുനീറുന്ന അവസ്ഥ നോഡ്യൂൾസിനെ ചെറിയ ഉറപ്പുള്ള കല്ലുകളാക്കി മാറ്റുന്നു. അതായത് 5 മില്ലിമീറ്റർ മുതൽ 10 മില്ലിമീറ്റർ വരെ വലിപ്പമുള്ള ക്ലിങ്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന കല്ലുകളായി മാറുന്നു. റോട്ടറി കിന്നിൽ ഇന്ധനമായി സാധാരണ ഉപയോഗിക്കുന്നത് കോൾ ഡസ്റ്റ് അഥവാ കൽക്കരിയാണ്. പിന്നീട് ഈ ക്ലിങ്കറിനെ തണുപ്പിക്കുന്നു. ഇതിനായി ചെറിയ ഒരു റോട്ടറി കിന്നാണ് ഒരുക്കിയിരിക്കുന്നത്. ഫിഗർ ഷോസ് ദ ആക്ച്വൽ ഇമേജ് ഓഫ് എ റോട്ടറി കിൻ. ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് ഒരു റോട്ടറി കിന്നിൻ്റെ യഥാർത്ഥ ഇമേജ് ആണ്. Grinding. Clinkers are obtained from the rotary kiln are finely ground in ball mills and tube mills. Ball mills are used for preliminary grinding and tube mills are used for final grinding. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറ്റ് പ്രോസസ് വഴിയുള്ള സിമെൻറ്റിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചാണ്. അവസാനമായുള്ള പ്രക്രിയയാണ് ഗ്രൈൻഡിങ്. റോട്ടറി കിന്നിൽ നിന്ന് ലഭിക്കുന്ന ക്ലിങ്കേഴ്സിനെ ബോൾ മിൽസും ട്യൂബ് മിൽസും ഉപയോഗിച്ച് വളരെ നേർത്ത പൊടിയായി പൊടിച്ചെടുക്കുന്നു. ആദ്യഘട്ടത്തിലുള്ള പൊടിച്ചെടുക്കലിനെ ബോൾ മിൽസാണ് ഉപയോഗിക്കുന്നത്. അവസാന ഘട്ട പൊടിച്ചെടുക്കൽ നടക്കുന്നത് ട്യൂബ് മിൽസിൽ വെച്ചാണ്. ബിലോ ഫിഗേഴ്സ് ഷോസ് ദ സെക്ഷണൽ വ്യൂ ആൻഡ് റിയൽ ഇമേജ് ഓഫ് എ ബോൾ മിൽ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ബോൾ മില്ലിൻ്റെ സെക്ഷണൽ വ്യൂവും അതേപോലെ യഥാർത്ഥ ചിത്രവുമാണ്. During grinding, a small quantity of about 3 to 4% of gypsum is added. Gypsum controls the setting time of cement. Otherwise, would set as soon as water is added. Gypsum acts as a retarder
and it delays the setting action of cement. The finely ground cement is stored in silos. It is then weighed and packed in bags of automatic machines. Each bag of cement contains 50 kg or 0.035 m³ of cement. These bags are automatically discharged from the packing section to different loading area for distribution. പൊടിക്കുന്ന അവസരത്തിൽ 3 മുതൽ 4% വരെയുള്ള അളവിൽ ജിപ്സം ചേർക്കുന്നു. ജിപ്സം സിമെന്റിന്റെ സെറ്റിംഗ് ടൈം നിയന്ത്രിക്കുന്നു. ജിപ്സം ചേർത്തില്ലെങ്കിൽ സിമെന്റ് അതിൽ വെള്ളം ചേർത്തി ഉടൻ തന്നെ കട്ട പിടിക്കുന്ന അവസ്ഥയുണ്ടാകും. ജിപ്സം ഇവിടെ ഒരു റിട്ടാർഡർ അഥവാ സെറ്റിംഗ് ആക്ഷൻ വൈകിപ്പിക്കുന്ന വസ്തുവായാണ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ വളരെ നേർമയായി പൊടിച്ചെടുക്കുന്ന സിമെന്റ് സംഭരണിയിൽ ശേഖരിക്കുന്നു. പിന്നീട് ഓട്ടോമാറ്റിക് മെഷീന്റെ സഹായത്താൽ തൂക്കി ബാഗുകളിൽ പാക്ക് ചെയ്യുന്നു. ഒരു ബാഗ് സിമെന്റിന്റെ ഭാരം 50 കിലോഗ്രാമും അതിന്റെ വ്യാപ്തം 0.035 m³ ആണ്. ഈ ബാഗുകൾ അഥവാ ചാക്കുകൾ ഓട്ടോമാറ്റിക്കലി ഡിസ്ചാർജ് ചെയ്ത് പാക്കിംഗ് സെക്ഷനിൽ നിന്നും വിവിധ ലോഡിംഗ് ഏരിയകളിൽ എത്തിച്ച് ഡിസ്ട്രിബ്യൂഷൻ അഥവാ വിതരണം നടത്തുന്നു. ഫിഗർ ഷോസ് ദ ആക്ച്വൽ ഇമേജ് ഓഫ് ദ ട്യൂബ് മിൽ. ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ നിങ്ങൾ ട്യൂബ് മില്ലിന്റെ ഒരു യഥാർത്ഥ ചിത്രമാണ് കാണുന്നത്. Manufacture of cement by wet process. This flow diagram shows the manufacture of cement by wet process. Wet process വഴിയുള്ള സിമെന്റ് നിർമ്മാണത്തിന്റെ രീതി നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. മേൽ പറഞ്ഞിരിക്കുന്ന നിർമ്മാണ രീതിയെക്കുറിച്ച്, അതായത് വെറ്റ് പ്രോസസ് വഴിയുള്ള സിമെന്റ് നിർമ്മാണത്തിന്റെ എല്ലാ ഘട്ടങ്ങളും കാണിച്ചിരിക്കുന്ന ഒരു ഫ്ലോ ഡയഗ്രമാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. ഫ്ലോ ഡയഗ്രാം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. മാനുഫാക്ചർ ഓഫ് സിമെന്റ് ബൈ ഡ്രൈ പ്രോസസ്. ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഡ്രൈ പ്രോസസ് രീതിയിലുള്ള സിമെന്റ് നിർമ്മാണത്തെക്കുറിച്ചാണ്. This method is adopted when raw materials are hard but the process is slow and costly. Dry process involves the following steps: collection of raw materials, crushing, grinding and mixing of raw materials in ball mills and tube mills, burning process in rotary kiln, grinding of clinkers in ball mills and tube mills, weighing, packing and distribution of cement. സിമെന്റ് നിർമ്മാണത്തിൽ ഡ്രൈ പ്രോസസ് രീതി തിരഞ്ഞെടുക്കുന്നത് ലഭ്യമായ അസംസ്കൃത വസ്തുക്കൾ വളരെ കാഠിന്യമേറിയത് ആകുമ്പോഴാണ്. പക്ഷേ ഈ നിർമ്മാണ രീതി വളരെ സാവധാനത്തിൽ നടക്കുന്നതും പണച്ചെലവ് ഏറിയതുമാണ്. ഡ്രൈ പ്രോസസ്സിൽ താഴെ പറയുന്ന പ്രക്രിയകൾ ഉൾപ്പെട്ടിരിക്കുന്നു: അസംസ്കൃത സാധനങ്ങൾ ശേഖരിക്കൽ, ബോൾ മിൽസിലും ട്യൂബ് മിൽസിലും വെച്ച് അവ പൊടിച്ചെടുക്കൽ, റോട്ടറി കിന്നിൽ വെച്ച് ഉയർന്ന ഊഷ്മാവിൽ അവ ചൂടാക്കിയെടുക്കൽ, ബോൾ മിൽസും ട്യൂബ് മിൽസും ഉപയോഗിച്ച് വളരെ നേർമയായി പൊടിച്ചെടുക്കൽ. ഈ അവസരത്തിൽ 3 മുതൽ 4% വരെ ജിപ്സം ചേർക്കുന്നു. അവസാനമായി സിമെന്റ് തൂക്കമെടുത്ത് 50 കിലോഗ്രാമിന്റെ ബാഗുകളിലായി വിതരണം നടത്തുന്നു. Manufacture of cement by dry process. This flow diagram shows the manufacture of cement by dry process. ഡ്രൈ പ്രോസസ് വഴിയുള്ള സിമെന്റ് നിർമ്മാണത്തിന്റെ ഫ്ലോ ഡയഗ്രാം ആണ് നിങ്ങൾ കാണുന്നത്. ഫ്ലോ ഡയഗ്രാം ശ്രദ്ധിച്ച് സിമെന്റ് നിർമ്മാണ രീതി മനസ്സിലാക്കുക. നിർമ്മാണ രീതി അർജിലേഷ്യസ് മെറ്റീരിയൽസ് ക്രഷ് ചെയ്യുന്നു എന്നതൊഴിച്ചാൽ ബാക്കിയൊക്കെ വെറ്റ് പ്രോസസ്സിന് സമാനമായാണ് ഡ്രൈ പ്രോസസ്സിൽ നടത്തുന്നത്. വെറ്റ് പ്രോസസ്സിൽ അർജിലേഷ്യസ് മെറ്റീരിയൽസ് വെള്ളം ചേർത്ത് നല്ല രീതിയിൽ വാഷ് ചെയ്യുകയും കൽക്കേരിയസ് മെറ്റീരിയൽസ് പൊടിച്ചെടുത്തതുമായി കൂട്ടിച്ചേർക്കുമ്പോൾ സ്ലെറിയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇവിടെ കാൽക്കേരിയസ് മെറ്റീരിയൽസും അർജിലേഷ്യസ് മെറ്റീരിയലും രണ്ടും ഒരുപോലെ പൊടിച്ചെടുത്ത് കൂട്ടിച്ചേർത്ത് നമുക്ക് സ്ലെറിക്ക് പകരം ഡ്രൈ മിക്സ് ആണ് ലഭിക്കുന്നത്. ഈ ഡ്രൈ മിക്സിനെ പിന്നീട് റോട്ടറി കിന്നിൽ വെച്ച് ബേണിംഗ് പ്രോസസ്സിന് വിധേയമാക്കുന്നു. തുടർന്ന് ജിപ്സം 3 മുതൽ 4% വരെ ചേർത്ത് ബോൾ മിൽസിലും ട്യൂബ് മിൽസിലും വെച്ച് വളരെ നേർമയായി പൊടിച്ചെടുക്കുന്നു. ഈ സിമെന്റിനെ പിന്നീട് തൂക്കി 50 കിലോഗ്രാമിന്റെ ബാഗുകളിലാക്കി പിന്നീട് എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു. ഇതോടെ സിമെന്റിന്റെ നിർമ്മാണ രീതി ഇവിടെ പൂർണ്ണമാകുന്നു. സമ്മറി:
definition of cement, properties of cement, uses of cement, comparison between cement and lime, manufacture of cement. ഇനി സമ്മറി അഥവാ സംഗ്രഹം, നമ്മൾ ഇന്നത്തെ പാഠഭാഗത്തിലൂടെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സിമെൻറ്റിൻ്റെ നിർവചനം, സിമെൻറ്റിൻ്റെ ഗുണങ്ങൾ, സിമെൻറ്റിൻ്റെ ഉപയോഗങ്ങൾ, സിമെൻറ്റും ലൈം അഥവാ കുമ്മായവും തമ്മിലുള്ള താരതമ്യം, സിമെൻറ്റിൻ്റെ നിർമ്മാണം എന്നിവയാണ് പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.